ശരത് ശ്രീലക്ഷ്മിക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകി. ശ്രീലക്ഷ്മി തുറന്നപ്പോൾ അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ഡയമണ്ട് നെക്ലസ് ആയിരുന്നു. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൻ ശ്രീലക്ഷ്മിയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നതും നിരന്തരം പ്രശംസിക്കുന്നതും കണ്ടപ്പോൾ ഋഷിക്ക് ദേഷ്യം വന്നു. ഇതിന്റെ ഭംഗി ഇപ്പോ ഒന്നും കൂടെ കൂടി. ഇതിന്റെ വില ഇരട്ടിയായതുപോലെ. താങ്ക് യു ശരത്, നല്ല ഗിഫ്റ്റ്. ഇത് ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ കൊള്ളാമായിരുന്നു. നമ്മുടെ വീട്ടില് പ്ലേറ്റ് കഴുകാൻ പോലും അർഹതയില്ലാത്തവനാണല്ലോ എന്റെ കോടീശ്വരി മകളുടെ ഭർത്താവായി വന്നതിന്റെ ദൈവമേ. നീ ഋഷിൻ വർമ്മയെ കുറിച്ച് കേട്ടിട്ടില്ല സർ? ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ്മാൻമാരിൽ ഒരാളാണ്. അവന് OCD ഉണ്ട്. ചുറ്റുമുള്ളത് ക്ലീൻ അല്ലെങ്കിൽ അവൻ ഒരു മിനിറ്റ് പോലും നിൽക്കില്ല. അങ്ങനെയായ നമ്മുടെ ഹോട്ടൽ അടയ്ക്കേണ്ടി വരും. സർ, ഋഷിൻ സാർ വന്നു. നീ മാറി നിൽക്ക്. പ്ലീസ്. താങ്ക്സ് സർ. നിങ്ങൾ നമ്മുടെ ഹോട്ടലിൽ വന്നത് ഞങ്ങളുടെ വലിയ ഭാഗ്യ. നമ്മുടെ ഹോട്ടലിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം സർ. പ്ലീസ്. ഷുവർ, വൈ നോട്ട്. താങ്ക് യു സർ. പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദ എഗ്രിമെന്റ്. മാനേജറോട് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. ഷുവർ സർ. ഓക്കെ, ശരി. ഏയ്, നിന്നെ ഞാൻ വിടില്ല. നിങ്ങൾ ആരാ? നിർത്ത്. നിന്നെ ഞാനിന്ന് വിടില്ല. ഏയ്, എഴുന്നേൽക്കടാ. ഏയ്, എഴുന്നേൽക്കാൻ. എന്താ ചെയ്യുന്നത്? ഏയ്, എഴുന്നേൽക്കടാ. ജോലിയും കളഞ്ഞ് ഇവിടെ വലിയ ബിസിനസ്മാനെ പോലെ പകൽക്കിനാവും കണ്ടിരിക്കും അവൻ. നാണോ ഇല്ലാത്തവൻ. നിന്നെ മരുമകനാക്കിയിട്ട് ഇവിടെ ഒരു ഉപകാരവും ഇല്ല. ഇവിടെ വീട്ടുജോലിയെങ്കിലും ചെയ്. ഇരുന്ന് സ്വപ്നം കാണാതെ പോയി നിന്റെ ജോലി നോക്ക്. ഓ, ഈ വിവാഹം കഴിച്ചത് അവന്റെ കുറ്റമാണോ? ദേവയാനി തന്റെ മരുമകനെ ഇങ്ങനെ കാണുന്നത് ശരിയാണോ? എക്സ്ക്യൂസ് മീ, കോഫി. ക്ഷീണിച്ച് ഓഫീസിൽ നിന്ന് വന്ന ശ്രീലക്ഷ്മി ഭർത്താവായ ഋഷിയോട് കോഫി ചോദിച്ചു. അടുക്കളയിൽ ജോലിയിലായിരുന്ന ഋഷി അത് കേട്ടില്ല. എക്സ്ക്യൂസ് മീ, എവിടെയാ നീ? എനിക്ക് കോഫി വേണം. അവൾ വീണ്ടും ചോദിച്ചു. എക്സ്ക്യൂസ് മീ, എനിക്ക് കോഫി വേണം. അവളുടെ വാക്കുകൾ കേട്ട ദേവയാനി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മരുമകനോട് ദേഷ്യത്തിൽ പറഞ്ഞു. അവള് നിന്നെ കിടന്ന് വിളിക്കുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? പൊട്ടനാണോ നീ? അടുക്കളയിൽ വലിയ ജോലി ചെയ്യുന്നവനെ പോലെ നീ അഭിനയിക്കണ്ട. വേഗം അവൾക്ക് കോഫി ഉണ്ടാക്കി കൊടുക്ക്. അവൾ ഋഷിയെ ശകാരിച്ചു. വരുന്നു അമ്മ, അത് തന്നെയാ ഞാൻ ചെയ്യുന്നത്. ഋഷി വേഗത്തിൽ കോഫി ഉണ്ടാക്കി ഭാര്യയ്ക്ക് കൊടുത്തു. അത് കുടിച്ചപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒരു ആശ്വാസം തോന്നി. അവളുടെ ക്ഷീണിച്ച മുഖം കണ്ട ഋഷി ചോദിച്ചു. ഓഫീസില് ജോലികൾ വളരെ കൂടുതലാണ്. അധികം ടെൻഷൻ എടുക്കണ്ട ശ്രീലക്ഷ്മി. ഋഷി അവളുടെ തലയിൽ കൈവച്ച് മസാജ് ചെയ്യാൻ തുടങ്ങി. ഉടൻ തന്നെ ശ്രീലക്ഷ്മി മുഖം ചൊളിച്ചു. പ്ലീസ് ഋഷി, ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യരുത്. എനിക്കത് ഇഷ്ടമില്ല. ആദ്യം നീ ഇവിടുന്ന് പോ. ഓ, ഒന്നും ചെയ്യാൻ അറിയില്ല. അതും പോരാഞ്ഞിട്ടാണോ ഇങ്ങനെ ഉപകാരമില്ലാത്ത ഓരോന്ന് ചെയ്തിരിക്കുന്നത്? ഓ, പോയി അടുക്കള ജോലി ചെയ്യാൻ നോക്ക്. അച്ഛന് നൽകിയ വാഗ്ദാനത്തിന്റെ പുറത്താണ് ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത്. അങ്ങനെ ജോലിയൊന്നുമില്ലാത്ത ഋഷി ഭാര്യ വീട്ടിലെ ഭർത്താവ് ജോലിക്കാരനായി മാറി. അവിടുത്തെ എല്ലാ വീട്ടുജോലികളും നോക്കി നടന്നു. അതുകൊണ്ടാണ് ദേവയാനി എപ്പോഴും മരുമകനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്. ആ പച്ചക്കറി അരിയുന്നത് നിർത്തി അവിടെ കിടക്കുന്ന ദോശപാത്രങ്ങൾ കഴുകി വെക്ക്. അത് നിന്റെ ജോലിയല്ലേ? എന്താ മോളെ, എന്തു പറ്റി? അമ്മ, ഓഫീസിൽ ഭയങ്കര ടെൻഷനാ. നമ്മുടെ കമ്പനി പ്രോഡക്റ്റുകൾ നല്ലതല്ലെന്ന് പറഞ്ഞ് ക്ലയന്റുകൾ അത് മടക്കി അയച്ചു. അതൊക്കെ ശരിയാക്കി തിരിച്ചയക്കാൻ 40 കോടി രൂപ വേണം. അതിനുള്ള ഫണ്ടൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ശ്രീലക്ഷ്മി, ഇത് കണ്ണിൽ വെച്ചോളൂ. അല്പം ആശ്വാസം കിട്ടും. ആദ്യം നീ ഇവിടുന്ന് പോ. നിന്റെ മുഖം കാണുന്നത് കൊണ്ട് അവൾക്ക് അസ്വസ്ഥത. നീ പോയാൽ അവള് ശരിക്കും റിലാക്സ് ചെയ്യും. എനിക്ക് മനസ്സിലായി മോളെ. അധികം ടെൻഷൻ എടുക്കണ്ട.
എല്ലാം ശരിയാകും. സാധാരണ വീടുകളിൽ ഭർത്താക്കന്മാരാ ജോലി ചെയ്ത് എല്ലാ ടെൻഷനും വഹിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അതെല്ലാം മറിച്ച. ഇതിന്റെ മുഴുവൻ കുഴപ്പം നിന്നെ ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച നിന്റെ അച്ഛനാ. ഈ പാഴ് ബന്ധം അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു വേണ്ടാന്ന്. അപ്പോഴേക്കും അദ്ദേഹം എല്ലാം തീരുമാനിച്ചു. ഇനിയും വൈകിട്ടില്ല മോളെ. നീ ഇവനെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ കാര്യം നോക്കി ജീവിക്ക്. അമ്മേ, എത്ര പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം വീണ്ടും തുടങ്ങല്ലേ. ഋഷിയോട് ഇങ്ങനെ പെരുമാറരുത്. അവൻ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. നീ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാറില്ലല്ലോ. അതുകൊണ്ടാ അവൻ നിന്റെ തലയിൽ കയറിയിരിക്കുന്നത്. എന്താ അമ്മ ഇത്? എപ്പോഴും അവനോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കണോ? ശരി, എനിക്ക് തലവേദനയുണ്ട്, ഞാൻ പോയി ഉറങ്ങട്ടെ. ശ്രീലക്ഷ്മി മുറിയിലേക്ക് പോയി ഉറങ്ങി. അപ്പോൾ ദേവയാനി അടുക്കളയിൽ പോയി ഋഷി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി. അവൻ അവിടെ പാത്രം കഴുകുകയായിരുന്നു. പക്ഷേ ഒരു പാത്രത്തിലെ അഴുക്ക് മുഴുവൻ പോകാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നു. പാത്രം ശരിയായിട്ട് കഴുകാനും അറിയില്ല, മണ്ടൻ. അവൾ അതും പറഞ്ഞ് ഋഷിയുടെ തലയിലടിച്ചു. അവൻ ഞെട്ടി. എന്താ നീ കണ്ണുരുട്ടി നോക്കുന്നേ? എന്നെ അടിക്കുവോ നീ? ദേഷ്യം വന്നിട്ടും അവൻ അവളോട് വാദിക്കാൻ നിന്നില്ല. അവൻ മുറിയിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ശ്രീലക്ഷ്മി റെഡിയായി ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. ദേവയാനിക്ക് കാർ ആവശ്യമുള്ളതുകൊണ്ട് ശ്രീലക്ഷ്മി ക്യാബ് ബുക്ക് ചെയ്തു. അമ്മ കാർ എടുത്തുവെന്ന് നിന്നോട് പറയാൻ പറഞ്ഞു. എനിക്ക് തീരെ സമയമില്ല. ഞാനിനി എന്ത് ചെയ്യും? അപ്പോഴേക്കും ഋഷി തന്റെ പഴയ സ്കൂട്ടർ കൊണ്ടുവന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. ലേറ്റ് ആവില്ലേ, നമുക്ക് പോവാം. ഭർത്താവിന്റെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന ഓഫർ കേട്ട് അല്പം അസ്വസ്ഥത തോന്നിയെങ്കിലും ശ്രീലക്ഷ്മി ഒടുവിൽ ബൈക്കിൽ കയറി. അവരിരുവരും ബൈക്കിൽ പുറപ്പെട്ടു. ശ്രീലക്ഷ്മി, നിനക്കെന്തോ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ഞാൻ റെഡിയാക്കാം. ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ശ്രീലക്ഷ്മി പറഞ്ഞു. ഇരുവരും ഓഫീസിലെത്തി. അതേസമയം ഒരു വിലയേറിയ ബ്ലൂ കാർ അവിടെ നിർത്തി. പുറത്തേക്കിറങ്ങിയ ആൾ ചിരിച്ച് ശ്രീലക്ഷ്മിയെ അഭിവാദ്യം ചെയ്തു. ഹലോ ശ്രീലക്ഷ്മി. അവനെ കണ്ടപ്പോൾ ശ്രീലക്ഷ്മിയും ചിരിച്ചു. ഹലോ മിസ്റ്റർ ശരത്, താങ്ക് യു ഫോർ കമ്മിങ്. എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചതിന് താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. നിന്റെ കമ്പനിയുമായി സഹകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരത് ശ്രീലക്ഷ്മിക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകി. ശ്രീലക്ഷ്മി തുറന്നപ്പോൾ അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ഡയമണ്ട് നെക്ലസ് ആയിരുന്നു. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൻ ശ്രീലക്ഷ്മിയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നതും നിരന്തരം പ്രശംസിക്കുന്നതും കണ്ടപ്പോൾ ഋഷിക്ക് ദേഷ്യം വന്നു. ശരത്തിന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുള്ളതുപോലെ അവന് തോന്നി. ഇതിന്റെ ഭംഗി ഇപ്പോ ഒന്നും കൂടെ കൂടി. ഇതിന്റെ വില ഇരട്ടിയായതുപോലെ. താങ്ക് യു ശരത്, നല്ല ഗിഫ്റ്റ്. ഇത് ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ കൊള്ളാമായിരുന്നു.